1, 2, 3 സ്റ്റാർട്ട് പറയാം. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റം ഹൗസ് വേൾഡ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ ഇപ്പോൾ എക്സാം തുടങ്ങാൻ പോവുകയാണ് മാർച്ചില്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. തീരുമാനം. അപ്പൊ ബുക്ക് കഴിഞ്ഞ എക്സാമിന് നമ്മൾ എടുത്തതാണ്, പിന്നെ എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ എക്സാമിൽ എന്തെങ്കിലും എടുക്കണം. അപ്പൊ നമ്മള് പഠിക്കാൻ പോവുകയാണ് ഗൈസ്. ബുക്ക് എടുക്കാൻ പോകും. ഇന്നോട്ട് നമ്മൾ പഠിക്കാൻ ആരംഭിക്കും. പൂജയ്ക്ക് വെച്ചിരിക്കുന്നു. കാരണം എക്സാമിന്റെ ആ ഒരു സമയത്ത് എടുക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനത് തലയിലൊക്കെ തലേ കയറി എന്റെ മറ്റേ റിസൾട്ടിൽ കണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കും. വാ കുഞ്ഞാറ്റ വാ. അപ്പൊ ഗൈസ് കുഞ്ഞാറ്റ എണീറ്റു. കുഞ്ഞാറ്റ എന്റെ മടിയിൽ വന്നിരുന്നു. അപ്പൊ ഗൈസ് കുഞ്ഞാറ്റ എണീറ്റ് മമ്മയുടെ മടിയിൽ വന്നു. കുട്ടി അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി ഇന്ന് സ്കൂളില്ല കേട്ടോ അവർക്ക്. അപ്പൊ ഇന്നെന്ത് സ്കൂളില്ലാത്ത 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഞാൻ സ്ലിം ബ്യൂട്ടി ആവും ഗൈസ്. ഇപ്പൊ ഇത്തിരി ചെറുതായിട്ട് തടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറയ്ക്കും. ഞാൻ സ്ലിം ബ്യൂട്ടി 6 പാക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ തുണി ശ്രീദേവിക്ക് സാക്ഷിട്ടോ. എന്നെ കൊണ്ട് ഡയറ്റ് എടുക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് പറയുന്നത്. ഡയറ്റ് ഒന്നും നീ എടുക്കണ്ട, എക്സസൈസ് ചെയ്യണം. സൈക്കിള് ചവിട്ടണം എന്നും. സൈക്കിളേ ഇവള് സൈക്കിള് ചവിട്ടാന്ന് പറഞ്ഞിട്ടേ കുഞ്ഞാറ്റിയുണ്ട്. 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാൻ 2 മാസത്തിനുള്ളിൽ ഹൈഫൈ. ഞാൻ പറയാം മമ്മ ഞാൻ കുറച്ചാൽ എനിക്ക് 10,000 അല്ല വേണ്ട ബോംബാ ഗൈസ് നമ്മൾ ലൈവായിട്ട് ഓരോരുത്തരുടെ വെയിറ്റുകൾ നോക്കും. 46. എനിക്ക് 47 ഉണ്ടാകുള്ളൂ. 48 750. രണ്ടുപേരും സെയിം അല്ല. ശ്രീകുട്ടി ഇത്തിരി കൂടുതല് അവള് ഹൈറ്റ് ഉണ്ട്. നീ നിക്കണോ 46 48 750. അവർക്ക് ഫാറ്റ് ഇല്ല, മസിൽ മാത്രമേ ഉള്ളൂ. അമ്മച്ചി പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പൻ്റെ അടുത്ത് പോയി, അപ്പൻ്റെ അമ്മേരെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് വന്നാൽ ഞാനും ചേച്ചിയും കൂടി സ്മിതയുടെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്നു പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ചു. ഞാൻ ഗുളിക കഴിക്കാനുണ്ട്. എന്താ കഴിക്കാത്ത? കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ചൂടുവെള്ളം അല്ലേ, ചൂടുവെള്ളം മാറിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല്ല് തേക്കുന്നു. ആളു വേണ്ടാത്ത ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയെങ്കിലും നീ ഒന്ന് ബുക്ക് എടുക്കട്ടെ വെച്ചിട്ടാ ഞാൻ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിനി പഠിക്കാൻ പോവുകയാണ്. ശ്രീയുടെ തലേന്ന് പഠിക്കണം. അപ്പൊ ഗൈസ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണോ? അപ്പോ ഞങ്ങൾ വിചാരിച്ചു ജോഗ്രഫി ഹിസ്റ്ററി കൂടെ കുറെ പഠനം 20 പഠിക്കണം. അതൊക്കെ പഠിക്കണം. പഠിക്കാൻ പോവുകയാണ്.
ഗൈസ് നമ്മളിവിടെ 2 കുട്ടികളെ പഠിക്കാനിരുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്കണോമിക് സിസ്റ്റം എന്തൊക്കെയാണ് പറഞ്ഞത്? അയ്യോ വടി എടുക്കണോ? സിസ്റ്റമിക് എക്കണോമി, അയ്യോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സ്ഡ് എക്കണോമി. സിസ്റ്റംസ് സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സ്ഡ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണ്? Capitalist economy is the economy of means of production is with private individuals who work with the motive of ഇനി എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? ഞങ്ങളെ വീട്ടിലെ ഗുണ്ട ട്രെയിനറാണ് മാളു. ഇടിക്കാൻ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണത് മാളുക. കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെ വിളിക്കണം ആൾക്കാരെ, സ്നേഹത്തോടെ വിളിക്കണം. ദാരിദ്ര്യം പിടിച്ച എന്നെ കിട്ടിട്ട് എങ്ങടാ മാളു? ചാറെടുത്തില്ലേ? ഒരു വർഷത്തിന് വെട്ടണ്ടാവുന്ന വെറുതെ ശരി. ഞാനാണോ പറഞ്ഞ വെട്ടാൻ? ഞാനാണോ പറഞ്ഞേ ദേവ് വെട്ടാൻ? മുടി വെട്ടി ഗായ്സ്. എനിക്ക് ഇന്ന് മുടി വെട്ടാൻ മാള് 3-ാം പ്രാവശ്യം വെട്ടുമ്പോ ഞാൻ കേട്ടില്ല. ഭാഗ്യ തിരിച്ചു വെട്ടിയതില്ലയോ? ഗായ്സ് നമ്മൾ പൂരത്തിന് പോവുകയാണ് ഗായ്സ്. കുറച്ച് നേരം പഠിച്ചു, ഇപ്പൊ റെഡി ആയിട്ട് ഞങ്ങൾ പൂരത്തിന് പോവാണ് ഗായ്സ്. അപ്പൊ നമ്മളെ ശ്രീയുണ്ട്, കമൺ, നമ്മുടെ സുന്ദരിക്കുട്ടിയുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പോവുകയാണ്. ഇവിടെ അടുത്താണ് അമ്പലം. പറ. അടുത്ത അമ്പലം, ഇവിടെ അടുത്താണ് അമ്പലം ഗായ്സ്. ഇതിങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും. അത് വേണമെങ്കിൽ ഉള്ളിൽ കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇങ്ങനെ ചുരുട്ടി വെക്കുക, അതാണ് എനിക്ക് ഇഷ്ടമായത്. അതാണ് വെറൈറ്റി. കടയിലേക്കാ സഞ്ചി കൊണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ് ചോച്ചേരിക്കുന്ന് അമ്പലം. അപ്പൊ അവിടെയാണ് പൂയം. നമ്മള് വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയത്. അത് കാരണം പകലത്തെ ഒരു ഭംഗിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ മമ്മയും ചെറുതാൻ്റെയും കൂടെ രാവിലെ പോയിട്ട് എടുത്തതാണിത്. കേരള പഴനി എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് ഗൈസ്, നല്ല വ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പൂരത്തിനുള്ള പൂരം അമ്പലത്തിലേക്ക്. അല്ലയോ പിന്നെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ആദ്യമത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു 8 മണി വരെ ഇങ്ങനെ വായി നോക്കി നടന്നു. ആദ്യമത്രയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ നടന്നു. പിന്നെ അച്ചുവിനെയൊക്കെ കണ്ടു. അച്ചു ഞങ്ങൾ പോണേ കുറച്ച് മുമ്പ് പോയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവൻ നടന്നു വരുന്നു. അപ്പോൾ അവനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ച് പേര് കണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടിയിലായിട്ട് ഇങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്നപ്പോ വീണ്ടും കണ്ടു അച്ചുവിനെ.
വൈദ്യുത ദീപാലങ്കാരത്തിന് പിന്നെ മമ്മ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് മമ്മ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഞാൻ ഓറിയോൻ്റെ എന്തോ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. പിന്നെ ശ്രീദേവിക്ക് ചോക്ലേറ്റിൻ്റെ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരേപോലത്തെ മോതിരമൊക്കെ എടുത്തു. വീട്ടിൽ പോവാ അപ്പം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ടാറ്റാ.